ഹലോ ഫ്രണ്ട്സ്, നമുക്കിതൊരു ബ്രഞ്ച് ബുഫേ പരിചയപ്പെട്ടാണ്. ബ്രഞ്ച് ബുഫേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ഉള്ളൊരു കോമ്പിനേഷൻ ആയിരിക്കും. നോർമലി ഹോട്ടൽസിലാണ് നമ്മളിങ്ങനെ ബ്രഞ്ച് ബുഫേ ചെയ്യുന്നത്. ചില റെസ്റ്റോറൻറ്റുകൾ അതുപോലെ ബ്രഞ്ച് ബുഫേ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബുഫേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കതിനകത്ത് എല്ലാം ഇൻക്ലൂഡ് ആയിരിക്കണം. കോൾഡ് സെക്ഷൻ ഉണ്ടായിരിക്കണം, ഹോട്ട് ഫുഡുകൾ ഓഫ് കോഴ്സ് അതെന്തായാലും വേണം, പിന്നെ പേസ്ട്രി, ബേക്കറി, ലൈവ് കുക്കിംഗ്, പാസ്ത, സം ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഇൻക്ലൂഡ് ആയിരിക്കണം. അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ അതിനകത്തേക്ക് വരും. ഒരു ചെറിയൊരു ബ്രഞ്ച് ബുഫയാണ്. നോർമലി ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവർക്ക് നമ്മൾ നോർമലി ഫ്രൈഡേ ആണ് ഈ ബ്രഞ്ച് ബുഫേ, അതായത് വീക്കെൻഡ്. കാരണം നോർമലി എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും, ഏർലി മോർണിംഗ് എല്ലാം. അപ്പോൾ അവർ എന്തായാലും ലേറ്റായിട്ടായിരിക്കും അവർ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും രണ്ടും കൂടി ഉള്ളൊരു കോമ്പിനേഷൻ ആയിരിക്കും. നമ്മൾ ചെറിയ ബുഫയാണ്, എന്നാലും നമുക്കതിൻ്റെ ഒരു വെറൈറ്റീസ് എന്തെങ്കിലും കാണാം. ഓക്കെ, വാച്ച് മൈ വീഡിയോ. താങ്ക് യു ഫോർ. ഫസ്റ്റ് നമുക്ക് എഗ്ഗിൽ നിന്ന് തുടങ്ങാം. കാരണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു പ്രധാന ഘടകമാണല്ലോ എഗ്ഗ്. അപ്പോൾ എഗ്ഗിൻ്റെ ഓർഡർ ഇല്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാവില്ല. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിൽ എഗ്ഗ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു കോൾഡ് സെക്ഷനാണ് ബുഫറ്റ്, കോൾഡ് ബുഫയാണ്. ഇതിനകത്ത് നമുക്കൊരു കോക്ടെയിൽ ഉണ്ട്, പിന്നെ ഷൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൾഡ് സൂപ്പുകൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിയതാണ്. പിന്നെ നമുക്ക് ഫ്രഷ് വെജിറ്റബിൾസ് ഒരുപാടുണ്ടാവും, അത് ഉള്ള ഡ്രസ്സിങ് കാര്യങ്ങൾ. പിന്നെ ഇത് സൂഷിയാണ്. സൂഷി എല്ലാവർക്കും ഇഷ്ടമാണെന്നറിയാം. സൂഷിയുടെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കുറച്ച് വെറൈറ്റീസാണ് സൂഷിയുടെ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അതൊരു കോൾഡ് മെസ്സാണ്, കോൾഡ് കട്ട്സാണ്. പിന്നെന്താ മാംഗോ തബൂല, അങ്ങനെ കോൾഡിൻ്റെ സെക്ഷനാണ്. നോർമലി നമ്മളെല്ലാം ഇത് കോൾഡായിട്ട് എപ്പോഴും ചില്ലറിനകത്താണ് വയ്ക്കാറ്. പക്ഷേ ഇന്ന് നമുക്കൊരു 1 hourൻ്റെ ഉള്ളിൽ ഫിനിഷ് ആവുന്ന കാരണം കൊണ്ട് നമ്മൾ ഔട്ട്സൈഡാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം പിന്നെ കോൾഡ് ബുഫേ ആണെങ്കിൽ നമ്മളത് ഐസ് ബാത്തിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. നമ്മൾ ഹൈ റിസ്ക് ഫുഡെല്ലാം കൂടുതലും നമ്മൾ ഇതുപോലെ നമ്മൾ ഐസ് ബാത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം അതൊരു ഹൈ റിസ്ക് ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് കോൾഡ് ബുഫേ. പിന്നെ സൂപ്പ് സെക്ഷനാണ്. സൂപ്പ് സെക്ഷൻ്റെ അടുത്ത് തന്നെ നമ്മൾ ബ്രെഡ് സ്റ്റേഷനും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ജ്യൂസ് അതുപോലെ എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. സൂപ്പ് നമുക്ക് 2 ടൈപ്പ് സൂപ്പ്, ഒരു നോൺ വെജ്, ഒരു ക്ലിയർ സൂപ്പ്, പിന്നെ ഒരു ക്രീമി സൂപ്പും ആയിരിക്കും. അപ്പോൾ 2 സൂപ്പായിരിക്കും നമ്മൾ സജസ്റ്റ് ചെയ്യുള്ളൂ, നമ്മൾ ബുഫേക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. ഒന്ന് ക്ലിയർ സൂപ്പ്, ഇത് നമ്മുടെ ലാമ്പാണ്, മട്ടൻ ലാമ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ വലിയൊരു മജ്ബൂസ് റൈസാണ് നമ്മൾ ഷെഫ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അത് മജ്ബൂസ് ലാമ്പും ചിക്കനും കൂടി ഉള്ളൊരു മജ്ബൂസ് റൈസ്. ഇത് അറബികൾക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടതാണ്. എപ്പോഴും ഒരു വലിയൊരു ഊസി, അതായത് ഒരു ലാമ്പിൻ്റെ ഒരു ബിരിയാണി പോലുള്ളതൊന്ന് വേണമെന്നുള്ള നിർബന്ധമാണ്. ഇത് നമുക്ക് ഹോട്ട് മെസ്സയാണ്, സ്പ്രിംഗ് റോള്, അങ്ങനെ. പിന്നെ ഇത് വൈറ്റ് റൈസ്, ഇതൊക്കെ ഇന്ത്യൻ സെക്ഷനായിട്ട് വന്നതാണ് വൈറ്റ് റൈസ്. അത് പാസ്ത, ഇറ്റാലിയൻ, ജാക്കറ്റ് പൊട്ടറ്റോ, അത് കളർ കുറച്ച് ഷെയ്ഡായി പോയത്. ഇത് ദിൽ ചിക്കൻ പിക്കാത്ത. നേരത്തെ നമ്മൾ കണ്ടത് വറകനപ്പായിരുന്നു തോന്നുന്നുണ്ട്, നോക്കാം. ഇത് ബീഫ് സ്റ്റീക്കാണ് വിത്ത് മാഷ് പൊട്ടാറ്റോ. ഇത് മിക്സ് ഗ്രില്ലാണ്, അറബിക് മിക്സ് ഗ്രില്ലാണ്. ലാം കോഫ്ത, ബാർബിക്യൂ ചിക്കൻ, അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ഉള്ളത്. സ്പൈസി ബ്രെഡ്,
കൂടെ. ഇത് ഡെസേർട്ടാണ്. ഡെസേർട്ടിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എല്ലാ ഡെസേർട്ടുകളും ഇൻക്ലൂഡ് ആയിരിക്കും. ഇതിനകത്തൊന്ന് മിസ്സായത് ചോക്ലേറ്റ് ഫൗണ്ടൻ്റ് നമ്മൾ മിസ്സായി. നമ്മൾ ചോക്ലേറ്റ് ഇത് വെക്കുന്നതായിരുന്നു, അത് മിസ്സായിപ്പോയി. മാക്സിമം എല്ലാ വെറൈറ്റി ഒരു 60% വെറൈറ്റീസ് നമ്മളിവിടെ ആഡ് ചെയ്യും നോർമൽ ബുഫേയിൽ, അതായത് ബ്രഞ്ചിൽ. പിന്നെ നമ്മൾ നോർമലി ക്രിസ്മസ്, ന്യൂ ഇയർ അങ്ങനെ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ വരുമ്പോഴായിരിക്കും, പിന്നെ റമദാൻ, ഇതിലൊക്കെ ആയിരിക്കും നമ്മൾ ഓവറായിട്ട് ഇതൊക്കെ ആഡ് ചെയ്യാം. നമ്മുടെ പാസ്ത സ്റ്റേഷനാണ്. ലൈവായിട്ട് പാസ്ത റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലൈവായിട്ട് പാസ്ത ചെയ്ത് കൊടുക്കുക. ഇത് കാർവിങ് സ്റ്റേഷനാണ്. ഇതിൽ നമുക്ക് റോസ്റ്റഡ് വെജിറ്റബിൾസ്, പിന്നെ റോസ്റ്റഡ് ചിക്കൻ, ചിലപ്പോൾ ലാമ്പ് ഇടും, ചിലപ്പോൾ റോസ്റ്റഡ് ബീഫായിരിക്കും, ചിലപ്പോൾ റോസ്റ്റഡ് ചിക്കൻ ആയിരിക്കും. അതങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും ഇടയ്ക്ക്. റോസ്റ്റഡ് വെജിറ്റബിൾസാണ്. പിന്നെ കൂൾ സെക്ഷൻ വീണ്ടും ഒന്നും കൂടി വന്നതാണ്. അപ്പോൾ അങ്ങനെയായിരിക്കും ബുഫേ എല്ലാം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ ഇനിയൊരു വലിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വേറൊരു ദിവസം വരാം. ഇത് ജസ്റ്റ് നമ്മുടെ ഒരു സിമ്പിൾ മെനു ആണ്. വലിയ ബുഫേ ഒക്കെ ആകുമ്പോൾ നമ്മളൊന്നും കൂടി പ്രസൻറ്റ് ചെയ്ത് കാണിക്കും. നമ്മൾ ഒരുപാട് കുറച്ചുകൂടി സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാകും ഫുഡിൽ, വെറൈറ്റീസ് എല്ലാം. അതായിട്ട് ഞാൻ ഒരിക്കൽ കൂടി ഞാൻ വരുന്നുണ്ട്. ഓക്കെ, താങ്ക് you for the watching. Don't forget to subscribe and comment, like and comments. That's all. Okay, thank you guys. See you for next video. Okay, thank you for your support. Bye bye. Jasmine Altani.